നമ്മൾ ഇന്ന് പഠിക്കുന്നത് വിൽ ഹാവ് ടുൻ്റെ യൂസേജ് ആണ്. വിൽ ഹാവ് ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം വരുന്നത് ചെയ്യേണ്ടി വരും, ഭാവിയിൽ ഫ്യൂച്ചറിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും എന്ന് കാണിക്കാനായിട്ടാണ് നമ്മൾ വിൽ ഹാവ് ടു യൂസ് ചെയ്യുന്നത്. ഓക്കെ, വില്ല് എന്ന് നമുക്കറിയാം, വില്ല് എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചർ കാണിക്കാനായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഹാവ് ടു പറഞ്ഞാൽ ചെയ്യേണ്ടി വരും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ വിൽ ഹാവ് ടു ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് കറക്റ്റ് മീനിങ് വരുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് എക്സാമ്പിളുകൾ നോക്കാം. ഐ വിൽ ഹാവ് ടു ഗോ, അർത്ഥം പറയുന്നത് എനിക്ക് പോകേണ്ടി വരും എന്ന് പറഞ്ഞാൽ എനിക്ക് വേറെ ചോയ്സ് ഇല്ല. ഐ വിൽ ഹാവ് ടു ഗോ ദർ എന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങോട്ട് പോകേണ്ടി വരും. അവർ വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് അങ്ങോട്ട് പോകേണ്ടി വരും. ബിക്കോസ് എനിക്ക് വേറെ ഒരു ചോയ്സ് ഇല്ല, എനിക്ക് പോകാതിരിക്കാൻ പറ്റില്ല, എനിക്ക് പോകേണ്ടി വരും. ഐ വിൽ ഹാവ് ടു കം, എനിക്ക് വരേണ്ടി വരും. ഐ വിൽ ഹാവ് ടു കം, എനിക്ക് വരേണ്ടി വരും. ക്ലിയർ ആണല്ലോ? അപ്പോൾ എനിക്ക് പഠിക്കേണ്ടി വരും, എക്സാമിന് വേണ്ടിയിട്ട് എനിക്ക് പഠിക്കേണ്ടി വരും. ഐ വിൽ ഹാവ് ടു സ്റ്റഡി ഫോർ ദി എക്സാം. ഐ വിൽ ഹാവ് ടു സ്റ്റഡി ഫോർ ദി എക്സാം, എക്സാമിന് വേണ്ടി എനിക്ക് പഠിക്കേണ്ടി വരും. ക്ലിയർ ആണല്ലോ? ഓക്കെ, നെക്സ്റ്റ് എക്സാമ്പിൾ, ഐ വിൽ ഹാവ് ടു ഫൈൻഡ് എ ജോബ്, എനിക്ക് ഒരു ജോലി കണ്ടെത്തേണ്ടി വരും. ഐ വിൽ ഹാവ് ടു ഫൈൻഡ് എ ജോബ്, എനിക്കൊരു ജോലി കണ്ടെത്തേണ്ടി വരും, ചെയ്യേണ്ടി വരും, കണ്ടെത്തേണ്ടി വരും, പോകേണ്ടി വരും. ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, എക്സാമ്പിളുകളായിട്ട് പറയാൻ പറ്റും. ഓക്കെ, ഐ വിൽ ഹാവ് ടു ഗെറ്റ് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ്, എനിക്ക് രാവിലെ നേരത്തെ എണീക്കേണ്ടി വരും. ഐ വിൽ ഹാവ് ടു ഗെറ്റ് അപ്പ് ഏർലി, എനിക്ക് നേരത്തെ എഴുന്നേൽക്കേണ്ടി വരും. ഐ വിൽ ഹാവ് ടു വർക്ക് ഹാർഡ്, എനിക്ക് ഹാർഡായിട്ട് വർക്ക് ചെയ്യേണ്ടി വരും. ഐ വിൽ ഹാവ് ടു വർക്ക് ഹാർഡ്, എനിക്ക് ഹാർഡായിട്ട് വർക്ക് ചെയ്യേണ്ടി വരും. ഐ വിൽ ഹാവ് ടു വർക്ക് സ്മാർട്ട്, എനിക്ക് സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യേണ്ടി വരും. ഐ വിൽ ഹാവ് ടു വർക്ക് സ്മാർട്ട്, എനിക്ക് സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യേണ്ടി വരും. ക്ലിയർ ആണല്ലോ? ഐ വിൽ ഹാവ് ടു ക്ലീൻ ദ ഗാർഡൻ, എനിക്ക് പൂന്തോട്ടം ഗാർഡൻ എന്ത് ചെയ്യേണ്ടി വരും, ക്ലീൻ ചെയ്യേണ്ടി വരും. ഐ വിൽ ഹാവ് ടു ക്ലീൻ ദ ഗാർഡൻ. ഐ വിൽ ഹാവ് ടു ക്ലീൻ ദ ഗാർഡൻ, എനിക്ക് ഗാർഡൻ ക്ലീൻ ചെയ്യേണ്ടി വരും. ഐ വിൽ ഹാവ് ടു ബൈ എ ന്യൂ ബൈക്ക്, എ മോട്ടോർ സൈക്കിൾ. ഓക്കെ, എനിക്ക് ഒരു പുതിയ ബൈക്ക് എടുക്കേണ്ടി വരും അല്ലെങ്കിൽ വാങ്ങേണ്ടി വരും. ഐ വിൽ ഹാവ് ടു ബൈ എ ന്യൂ ബൈക്ക്. ഐ വിൽ ഹാവ് ടു കുക്ക് ലഞ്ച്, എനിക്ക് ലഞ്ച് പാചകം ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ ഉച്ചഭക്ഷണം പാചകം ചെയ്യേണ്ടി വരും. ബിക്കോസ് വീട്ടിൽ വേറെ ആരുമില്ല, എനിക്ക് അത് പാചകം ചെയ്താലേ പറ്റുള്ളൂ, എന്നാലേ എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുള്ളൂ. മനസ്സിലായോ? അതായത് വേറെ ഒരു ചോയ്സും ഇല്ല. ഐ വിൽ ഹാവ് ടു കുക്ക് മീൻസ് ഞാൻ കുക്ക് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ എനിക്ക് കുക്ക് ചെയ്യേണ്ടി വരും. അതായത് എനിക്ക് വേറെ കുക്ക് ചെയ്ത് തരാനായിട്ട് വേറെ ആരുമില്ല. ക്ലിയർ ആണല്ലോ? അപ്പോൾ വിൽ ഹാവ് ടുൻ്റെ അർത്ഥം മനസ്സിലായല്ലോ? അപ്പോൾ ഇത്തരത്തിലുള്ള ഡെയിലി നമുക്ക് ഒരുപാട് സിറ്റുവേഷനിൽ ഉപയോഗിക്കാൻ പറ്റുന്ന യൂസേജസ് ആണ് ഇനി തുടർന്നുള്ള ക്ലാസ്സുകളിൽ നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.